ലോകത്ത് 8 ബില്യണ് മേൽ ജനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ് ഇന്ത്യ. 1.5 ബില്യണോളം ഇന്ത്യക്കാരാണ് ലോകത്തുള്ളത്. അതായത് ഇന്ന് കാണുന്ന 6-ൽ 1 വ്യക്തി ഇന്ത്യക്കാരനാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം. എന്നാൽ കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒരു സ്വർണം പോലും ഇന്ത്യക്ക് നേടാൻ സാധിച്ചില്ല. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71, മൊത്തം 41 മെഡലുകൾ. അപ്പോൾ 1ാം സ്ഥാനത്തുള്ള അമേരിക്ക ഏകദേശം എത്ര മെഡലുകൾ നേടിയിട്ടുണ്ടാകും? 500 കാണുമോ? പോട്ടെ, കൂടിപ്പോൾ 1000 അല്ലേ? മൊത്തം 3095 മെഡലുകൾ അമേരിക്ക നേടിയിട്ടുണ്ട്. അമേരിക്ക മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റും. ഇതേ ബ്രിട്ടൻ 1014 മെഡൽ, ജർമ്മനി 955, ഫ്രാൻസ് 954. നമ്മൾ നോർത്ത് കൊറിയയേക്കാൾ പിന്നിലാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യ അയച്ച താരങ്ങളെക്കാൾ 5 ഇരട്ടി താരങ്ങളെ അമേരിക്ക അയച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 4-1 ജനസംഖ്യ മാത്രമേ അമേരിക്കയ്ക്ക് ഉള്ളൂ. എന്നിട്ട് പോലും നമ്മളെക്കാൾ ദരിദ്ര രാഷ്ട്രങ്ങൾ ഇതിൽ കൂടുതൽ മെഡലുകൾ നേടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ സ്പോർട്സിൽ പിന്നിലാകുന്നത്? ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം 123 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. അതായത് പട്ടിണി തടയുന്ന കാര്യത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്. 32% കുട്ടികളിൽ വളർച്ചാ മുരടിപ്പുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 18%-ഓളം കുട്ടികൾ പരിതാപകരമായ അവസ്ഥയിൽ മെലിഞ്ഞിട്ടാണ്. 3%-ഓളം കുട്ടികൾ 5 വയസ്സ് എത്തുന്നതിന് മുന്നേ മരിച്ചു പോവുകയാണ്. ഇന്ത്യയിലെ 67% കുട്ടികളും 57%-ഓളം സ്ത്രീകളും അനീമിക്കാണ്. അതായത് ശരീരത്തിൽ അയൺ കുറവാണ്. ഇതുകൊണ്ട് തന്നെ നിരന്തരമായ ക്ഷീണം, തളർച്ച, ഒന്നും ചെയ്യാൻ തോന്നായിക ഇതെല്ലാം സ്ത്രീകളിൽ കാണും. അതായത് ജനസംഖ്യ കൂടിയ രാജ്യമാണെങ്കിൽ തന്നെയും സ്പോർട്സിൽ പങ്കെടുക്കാനുള്ള പ്രാഥമിക യോഗ്യത പോലും വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം തിരുത്തേണ്ടത് നമ്മുടെ ഭക്ഷ്യ സംസ്കാരമാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് 42% ആളുകൾക്കും ആരോഗ്യകരമായ ഒരു ഡയറ്റ് താങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് സർക്കാർ ഇടപെടലുകൾ അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ സർക്കാർ ഗോതമ്പിനും അരിക്കുമാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ചൈന കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് ശരാശരി പുരുഷന്മാരുടെ ഉയരം 9 സെന്റിമീറ്ററായി ഉയർത്തി. ചൈനീസ് ഗവൺമെന്റ് സാമ്പ്രദായിക ഭക്ഷണ രീതികളെ മാറ്റി കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മൾ ഓർക്കേണ്ടത് ആരോഗ്യമുള്ള തലമുറയിൽ നിന്ന് മാത്രമേ മികച്ച കളിക്കാരെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. നിലവിലെ രാജ്യത്തെ പല സ്പോർട്സ് താരങ്ങൾക്കും ഒരു സ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവരുടെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ആ മേഖലയിൽ ആയതുകൊണ്ടാണ് പലർക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. സച്ചിൻ തെണ്ടുൽക്കറിന്റെ ചേട്ടൻ ക്രിക്കറ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ കുറെ നാളത്തെ കോച്ചും ഈ ചേട്ടനായിരുന്നു. PV സിന്ധു അച്ഛനും അമ്മയും നാഷണൽ വോളിബോൾ പ്ലെയേഴ്സ് ആയിരുന്നു. 18 തവണ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം നേടിയ ലിയാണ്ടർ പയസ്, യുവരാജ് സിംഗ്, അങ്ങനെ ഒരുപാട് പേരുടെ അച്ഛനമ്മമാർ നേരിട്ട് അതേ സ്പോർട്ടിൽ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ വലിയ ഇൻസ്പിറേഷനാണ് ഈ പാരൻസ്. സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാരും ഇല്ല എന്നല്ല. MS ധോണി, മേരി കോം, PT ഉഷ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വളരെ നേരത്തെ തന്നെ ട്രെയിനിങ്, ശ്രദ്ധ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് റഗ്ബി, ഹാൻഡ്ബോൾ പോലുള്ള നമ്മുടെ നാട്ടിലെ അത്ര ജനകീയമല്ലാത്ത സ്പോർട്ട് ഇനങ്ങളിൽ. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും എത്ര ഇനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കാൻ പറ്റണമെങ്കിൽ സ്കൂൾ തലത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. ചൈനയിൽ നോക്കിയാൽ 6-8 വയസ്സ് മുതൽ സ്കൂളിൽ നിന്ന് തന്നെ പരിശീലിപ്പിക്കുകയാണ്. കുട്ടികളെ വല്ലാതെ ഉപദ്രവിച്ചാണ് പരിശീലിപ്പിക്കുന്നത് എന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ തന്നെയും കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ പല കായിക ഇനങ്ങളിലും പരിശീലനം സ്കൂൾ തലത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. കായികമായി കഴിവുള്ള കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു. കഴിവുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും ഇത് സഹായിക്കും. മാത്രമല്ല പല സ്പോർട്സ് സംബന്ധ പഠനങ്ങളും പറയുന്നത് കുട്ടികൾ വളരെ നേരത്തെ തന്നെ പല കായിക ഇനങ്ങളിലും പങ്കെടുക്കുന്നതാണ് നല്ലത് എന്നാണ്. ഓരോ സ്പോർട്സിലും താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യപടി. അച്ഛനമ്മമാർ താല്പര്യം എടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ റിസൾട്ട് ഉണ്ടാകുന്നുള്ളൂ. ക്രിക്കറ്റ്, ഫുട്ബോൾ അങ്ങനെ വളരെ കുറച്ച് ഇനങ്ങൾക്ക് പുറമെ കോച്ചിങ്ങിന് അയക്കുക എന്നത് ഒരു റിസ്ക് ആയിട്ടാണ് നമ്മുടെ പാരൻസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സ്പോർട്ട് മേഖലകളിലും ആവശ്യത്തിന് പോലും ആളെ കിട്ടുന്നില്ല. അമേരിക്കയിൽ നോക്കിയാൽ ആ നാട്ടിലെ സ്കൂളുകളിൽ സ്പോർട്സ് എന്നത് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സ്കൂളിൽ തന്നെ ബാസ്കറ്റ്ബോൾ, നീന്തൽ, ബേസ്ബോൾ ഇതൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ സ്പോർട്ട് ഫെസ്റ്റിവലുകളിൽ പല സ്കൂളുകളും വലിയ താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഐഡിയലിന്റെ മുന്നേറ്റമാണ് കഴിഞ്ഞ 2 വർഷമായി കളിക്കളത്തിൽ കാണുന്നത്. തുടർച്ചയായി 2 തവണ ചാമ്പ്യൻഷിപ്പ് കിരീടം കയ്യിലൊതുക്കി. ഐഡിയലിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ കഠിന പരിശ്രമത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥയുണ്ട്. ഫുൾ A+ കിട്ടാനായി ഒരു സ്കൂൾ ചെയ്യുന്ന അതേ ആവേശം സ്പോർട്സിൽ കൂടെ കാണിച്ചാൽ ഒരു സംശയവും വേണ്ട, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതുകൂടാതെ സ്കൂളിൽ നിന്ന് കോളേജ്, അത് കഴിഞ്ഞാൽ ക്ലബ്ബ്, അത് കഴിഞ്ഞാൽ നാഷണൽ ടീം, ഇങ്ങനെ ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു സ്ട്രക്ചർ
എല്ലാ സ്പോർട്സിലും ആവശ്യമാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള വളരെ കുറച്ച് ഇനങ്ങളിൽ മാത്രമേ ഇങ്ങനെ പടിപടിയായി കയറാനുള്ള അവസരം നിലവിലുള്ളൂ. നിലവിലെ നമ്മുടെ രാജ്യത്തെ പല സംവിധാനങ്ങളും വളരെ പരിമിതമാണ്. അതേസമയം ചൈനയുടെ ഏകദേശം 80% ഫെസിലിറ്റികളും ലോകോത്തര നിലവാരമുള്ളതായി പറയപ്പെടുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, ഹോക്കി ഇന്ത്യ എന്നിവയുൾപ്പെടെ ഇന്ത്യൻ സംഘടനകളെ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ചിട്ടുണ്ട്. നിലവിലെ നമ്മുടെ സ്പോർട്സ് ബോഡികളിൽ ഒരു അഴിച്ചുപണി അത്യാവശ്യമാണ്. ജാർഖണ്ഡ്, മണിപ്പൂർ പോലുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ട്രൈബൽ വിഭാഗങ്ങളിൽ അമ്പെയ്ത്തിന് വലിയ കൾച്ചറൽ പ്രാധാന്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ആർച്ചറി താരങ്ങളിൽ പലരും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയുടെ ചെസ് തലസ്ഥാനമായാണ് ചെന്നൈയെ കണക്കാക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് ഏറ്റവും അധികം ചെസ് താരങ്ങൾ വരുന്നത്. വിശ്വനാഥൻ ആനന്ദ്, ഗുകേഷ്, പ്രഗ്നാനന്ദ എല്ലാവരും ചെന്നൈയിൽ നിന്നാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ മാനുവൽ ആരോൺ ആണ് ആദ്യമായി തമിഴ്നാട്ടിലൊരു ചെസ് ക്ലബ്ബ് തുടങ്ങുന്നത്, താൽ ചെസ് ക്ലബ്ബ്. ഈ ക്ലബിലെ പ്രാക്ടീസാണ് 5 വട്ടം ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനെ വളരാൻ സഹായിച്ചത്. ഹൈദരാബാദിൽ നിന്നാണ് ഇതുപോലെ ഏറ്റവും അധികം ബാഡ്മിൻ്റൺ താരങ്ങൾ വരുന്നത്. സൈന നെഹ്വാൾ, PV സിന്ധു, അങ്ങനെ ഒരുപാട് പേർ. ഇവരെല്ലാവരും ബാഡ്മിൻ്റൺ പരിശീലിച്ചത് ഗോപിചന്ദ് ബാഡ്മിൻ്റൺ അക്കാഡമിയിൽ നിന്നാണ്. ബാഡ്മിൻ്റൺ താരമായ പുല്ലേല ഗോപിചന്ദ് ആരംഭിച്ച സ്ഥാപനമാണിത്. അതായത് നമ്മുടെ രാജ്യത്തു നിന്നും ഒരു മെഡലിസ്റ്റ് ഉണ്ടായാൽ മതിയാകും, വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. ആ ഒരൊറ്റ വ്യക്തി ഒരു ജനറേഷൻ മുഴുവൻ ഒരു വലിയ ഇൻസ്പിറേഷനായി മാറും. ഫുട്ബോളിലാകട്ടെ മെസ്സി, റൊണാൾഡോ, സുനിൽ ഛേത്രി, ചെസ്സിൽ വിശ്വനാഥൻ ആനന്ദ്, ക്രിക്കറ്റിൽ സച്ചിൻ, ധോണി, കോഹ്ലി, അങ്ങനെ ഓരോ കായിക ഇനത്തിൽ നിന്നും അടുത്ത ജനറേഷന് ലക്ഷ്യം വെക്കാവുന്ന, സ്വപ്നം കാണാവുന്ന ഒരു താരത്തെയെങ്കിലും നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ പല മേഖലകളിലേക്കും കൂടുതൽ പങ്കാളികൾ ഉണ്ടാകും. പല ആളുകൾക്കും ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം, ഇന്ത്യൻ ഫുട്ബോൾ ലീഗിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടത് പ്രോ കബഡി ലീഗാണ്. 2014 ആനന്ദ് മഹീന്ദ്രയാണ് ഒരു കബഡി ലീഗ് കൊണ്ടുവരുന്നത്. തുടർന്നുള്ള ഓരോ മത്സരങ്ങളും കാണാനായി കൂടുതൽ ആളുകളാണ് വന്നു തുടങ്ങുന്നത്. കബഡി ലീഗിന്റെ 10ാമത്തെ സീസൺ 226 മില്യൺ ആളുകളാണ് കണ്ടത്. ക്രിക്കറ്റിന് പുറമെ ആദ്യമായിട്ടാണ് ഇത്രയധികം ഇന്ത്യക്കാർ ഒരു സ്പോർട്സ് കാണുന്നത്. ഇന്ന് കബഡി പഠിക്കാനായി മാത്രം പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവരുടെ രാജ്യത്ത് കബഡി ടീം വരുന്നു. സാധാരണ ഏതെങ്കിലും പറമ്പിൽ കളിച്ചിരുന്ന ഒരു കായിക ഇനത്തെ ഒരു വലിയ ടൂർണമെന്റായി ജേഴ്സിയും ഇൻഡോർ സ്റ്റേഡിയവും കൃത്യമായ റൂൾസും നൽകി തുടങ്ങുമ്പോൾ തന്നെ ആരാധകർ പെരുകുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ കായിക ഇനങ്ങളിലും ലോക്കൽ, നാഷണൽ, ഇന്റർനാഷണൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. പ്രോ കബഡി ലീഗിലെ പല താരങ്ങൾക്കും 2 കോടി വരെ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഇത് സർക്കാർ കായിക താരങ്ങൾക്ക് നൽകുന്ന ജോലിയേക്കാളും അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം കൂടിയാണത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങൾ നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു കാഴ്ച അത് ഇന്ത്യയിൽ പതിവാണ്. ബിഗ് ബോസിൽ പങ്കെടുത്തവർക്ക് ഇതിൽ കൂടുതൽ ജനശ്രദ്ധ കിട്ടുന്നു എന്ന് പല കായിക താരങ്ങളും പരാതി പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. बिग बॉस वगैरह में कोई भी अगर जीत के आ जाए तो दुनिया पीछे पीछे उसके और गवर्नमेंट पीछे पीछे उसके। मैं एशियन मेडलिस्ट भी हूँ, मैं कॉमनवेल्थ गेम्स मेडलिस्ट भी हूँ, मैं अर्जुन अवार्डी भी हूँ। ये कोई मजाक थोड़ी है, ये बेल्ट जीतना वर्ल्ड टाइटल है, वर्ल्ड चैंपियन हूँ। मेरे पास किसी को भी गवर्नमेंट का मैसेज नहीं है, किसी भी मीडिया का मैसेज नहीं है, किसी स्पॉन्सर का मैसेज नहीं है। तो ഇത്തരം ടൂർണമെന്റുകൾ അല്ലെങ്കിൽ ലീഗ് മത്സരങ്ങൾ പതിവായി നടത്തുകയും ഓരോ മത്സരങ്ങളും TV ചാനലിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും അവതരിപ്പിക്കപ്പെടുകയും ഈ മത്സരങ്ങളെപ്പറ്റി സംസാരിക്കുന്ന യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ചാനലും ഉണ്ടാവുകയും ചെയ്താൽ കായിക താരങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആരാധകരുണ്ടാകും. ഇതൊക്കെ ഉണ്ടായാൽ കാണാനും കളിക്കാനും ആളുകൾ ഉണ്ടാകും. നമ്മുടെ രാജ്യത്ത് ആശ്വസിക്കാനായി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഖേലോ ഇന്ത്യ പദ്ധതി കൊണ്ടുവരുന്നു. ഡെക്കാത്ലോൺ പോലുള്ള വലിയ സ്ഥാപനങ്ങൾ രാജ്യത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. പല സ്പോർട്സ് താരങ്ങൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഫണ്ട് ചെയ്യുന്നു. ഓരോ കായിക ഇനങ്ങളും പരിശീലിപ്പിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരുന്നു. 2024 ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി AI സഹായത്തോടെ 9-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുന്നു. ഇതിനെല്ലാം പുറമെ നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം. കേരളത്തിൽ ഇത്രയധികം ടർഫുകൾ വന്നത് ഏതെങ്കിലും സർക്കാർ പണിതിട്ടാണോ? കളിക്കാൻ ആളുകൾ ഉള്ളത് കൊണ്ട് സംഭവിച്ചതാണ്. 655 മില്യണോളം സ്പോർട് പ്രേമികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലും TV-യിലുമായി 1 ബില്യണ് മേൽ ആളുകൾ IPL കണ്ടു. എന്നിട്ടും ഇന്ത്യയിലെ വലിയൊരു ശതമാനം ആളുകളും WHO സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ശാരീരികമായി അനങ്ങുന്നില്ല. വെറും 10% ആളുകൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്ട് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നുള്ളൂ. ഇതിൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. രാജ്യത്തെ ഒരു സ്പോർട്ടിംഗ് നേഷനാക്കി മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ ശ്രമിക്കണം.